സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണുള്ളത്. മഴ കനത്തതോടെ മഴക്കെടുതിയും തുടരുകയാണ്. അടിമാലി കുമളി ദേശീയപാതയിൽ കരിമ്പിൻ ചുരുളിക്ക് സമീപം മണ്ണിടിഞ്ഞു. പുലർച്ചെ 4 മണിയോടെ ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോട്ടയം രാമപുരം കൂത്താട്ടുകുളം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അമനക്കരയ്ക്ക് സമീപമാണ് പാലമരം കടപുഴകി വീണത്. മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ, VK സ്റ്റാലിൻ എന്നിവർ ചേരുന്നുണ്ട്. ഷംന, ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാര്യമായി തന്നെ സംസ്ഥാനത്തൊട്ടാകെ മഴക്കെടുതി രൂക്ഷമാവുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട വിവരങ്ങൾ? ശ്രീജാൻ, ഇന്ന് സംസ്ഥാന വ്യാപകമായി മഴയുണ്ട്. 3 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട് എങ്കിലും മറ്റ് ജില്ലകൾക്കൊക്കെ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെയും അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മാത്രവുമല്ല, ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാലവർഷ മഴയ്ക്ക് പുറമെ അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാവുകയും അതുമൂലം ഉണ്ടാവുന്ന ഒരു മഴ കൂടി ഇത്തവണ മഴക്കാലത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, അതിനോട് കൂടി തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ വരും ദിവസങ്ങളിൽ ശക്തമാവാനാണ് സാധ്യത. പ്രത്യേകിച്ച് അടുത്ത 5 ദിവസത്തിന് ശക്തമായ മഴയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന പുതിയ ന്യൂനമർദ്ദവും ഒപ്പം അറബിക്കടലിലെ ന്യൂനമർദ്ദവും ഒപ്പം കാലവർഷ മഴയും ഇങ്ങനെ എല്ലാം ചേർന്ന ഒരു മഴക്കാലമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയായിരിക്കും, വ്യാപക മഴയായിരിക്കും. ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തവണ മഴക്കാലത്ത് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന്. അതിന് കാരണം എല്ലാ തവണയും തെക്കൻ കേരളത്തിൽ മഴക്കാലം എത്തിയതിനു ശേഷം പിന്നീട് അത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണത്തെ മൺസൂൺ അങ്ങനെയല്ല. ആദ്യം എത്തുന്നത് വടക്കൻ കേരളത്തിലാണ്, പിന്നീടാണ് അത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കുന്നത്. അങ്ങനെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാവുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് അടുത്ത 5 ദിവസത്തേക്ക് കനത്ത ജാഗ്രത വേണം. മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ഈ മഴക്കെടുതി അതിരൂക്ഷമാവുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, സ്ഥിതി മാറുന്നു. വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഈ മഴക്കെടുതി കൊണ്ട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുന്നു. മരങ്ങൾ വീണും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണും ഒക്കെ ഗതാഗതം തടസ്സപ്പെടുന്നു. നിരവധി ട്രെയിൻ യാത്ര വരെ ഇപ്പോൾ താറുമാറാവുന്ന അവസ്ഥയിലാണ്. 2 ട്രെയിൻ ഗതാഗതം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ ഒരു നാശനഷ്ടം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ശക്തമായ മഴയെ കൂടാതെ അതിശക്തമായ കാറ്റ് കൂടി ഈ നാശം വിതക്കുന്നതിന് വലിയൊരു കാരണമായി മാറുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട്. കാരണം രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് അതിശക്തമായ കാറ്റാണ് സംസ്ഥാനത്ത് ഒട്ടാകെയുള്ളത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീഴുന്നു, വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്നു. ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ കൂടുതലായും സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ആശങ്കയ്ക്ക് വകയുണ്ടാക്കുന്നതാണ്. ഒപ്പം ഇനി ട്രെയിൻ ഗതാഗതത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിരവധി ട്രെയിൻ ഗതാഗതം ഇപ്പോൾ ഏറെ വൈകിയാണ് ട്രെയിനുകൾ ഓടുന്നത്. 2 ട്രെയിനുകൾ ഇപ്പോൾ നിർത്തിവെച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. എന്തായാലും സംസ്ഥാനമൊട്ടാകെ മഴ കനക്കുന്നു, മഴക്കെടുതികൾ രൂക്ഷമാകുന്നു. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന പുതിയ ന്യൂനമർദ്ദം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഒപ്പം തന്നെ ബംഗളൂരു, മുംബൈ, ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ്. നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണം വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും വ്യാപകമായ മഴയും മഴക്കെടുതികളും രൂക്ഷമാവുകയാണ്. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. VK സ്റ്റാലിന്റെ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. സ്റ്റാലിൻ, അടിമാലി കുമളി ദേശീയപാതയിൽ ചുരുളിക്ക് സമീപം മണ്ണിടിഞ്ഞിരുന്നു. ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വലിയ ആശങ്ക ഉണ്ടാവുന്നുണ്ട്.
നിലവിൽ ഇടുക്കിയുടെ മലയോര മേഖലകളിലെ സ്ഥിതി എന്താണ്? ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്? ശ്രീജ, തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വളരെ ആശങ്കാജനകമാണ്. ഇതുപോലെ മഴ തുടർച്ചയായി നിൽക്കുമ്പോഴാണ് മലയോര മേഖലകളിലെ മിക്കവാറും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ മുൻപും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴ പലയിടങ്ങളിലും ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അടിമാലി കുമളി ദേശീയപാതയിൽ രാത്രി 2 മണിയോടുകൂടി മണ്ണിടിച്ചിലുണ്ടായി. ഏതാണ്ട് 4 മണിയോടെ ഫയർഫോഴ്സ് സംഘം എത്തി മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വലിയ ശക്തമായ മണ്ണിടിച്ചിലല്ല ഉണ്ടായത് എങ്കിൽ കൂടി പലയിടങ്ങളിലും ഇതേ തരത്തിലുള്ള മണ്ണിടിച്ചിൽ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരം വീണിട്ടുള്ള ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പാറ വീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ജില്ലയിലെ വ്യാപകമായി തന്നെ മഴ ശക്തമായി തുടരുകയാണ്. അതോടൊപ്പം ജില്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ഇന്നലെ 33 അംഗ സംഘം ജില്ലാസ്ഥാനത്ത് ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീം എത്തിയിട്ടുണ്ട്. ജില്ലയിലെ ഏത് സാഹചര്യവും നേരിടാനുള്ള ഒരു കരുതലോട് കൂടിയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് എന്നും അറിയിച്ചിട്ടുണ്ട്. ശ്രീജ, ശരി, ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്, അക്കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. പല ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് മരമൊക്കെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും പല ട്രെയിനുകളും 4-5 മണിക്കൂറൊക്കെ വൈകിയാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി സമയക്രമം നോക്കിയ ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. മലബാർ എക്സ്പ്രസ്, അന്ത്യോദയ എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, തിരുവനന്തപുരം നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ്, ഗുരുവായൂർ എക്സ്പ്രസ്, അമൃത്സർ തിരുവനന്തപുരം എക്സ്പ്രസ്, അങ്ങനെ നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ്. അതുകൊണ്ട് സമയക്രമം നോക്കിയ ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. ദേശീയപാത 66-ലെ അശാസ്ത്രീയ രൂപകൽപ്പനയുടെ ദുരിതം അനുഭവിക്കുകയാണ് വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കും ഇടയിലുള്ള ആളുകൾ. പുത്തനത്താണിയിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകൾ മേൽപ്പാലത്തിന്റെ കൈവഴികൾക്ക് താഴെ വലം വെച്ച് കറങ്ങിത്തിരിഞ്ഞാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. സർവീസ് റോഡും ഡ്രെയിനേജും ഇല്ലാത്തതിനാൽ പ്രദേശത്തെ വീടുകളിലേക്കാണ് മലിനജലം മുഴുവൻ ഇപ്പോൾ കുത്തിയൊലിച്ചെത്തുന്നത്. അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേശീയപാത 66-ൽ വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കും ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് മുകളിലുള്ളത് പുത്തനത്താണിയിലെ ഓവർ ബ്രിഡ്ജാണ്. ഇതുവഴിയാണ് ഹൈവേ കടന്നു പോകുന്നത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ 2 മേഖലയ്ക്കിടയിൽ സർവീസ് റോഡില്ല എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും, വെട്ടിച്ചിറ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡ് അതുവഴി ഈ പാതയ്ക്കരികിലൂടെ വളഞ്ഞ് തിരിച്ച് പഴയ റോഡിലേക്ക് കയറുന്നു. തിരിച്ച് ആ പഴയ റോഡിലൂടെ വാഹനങ്ങൾ ഇവിടെ വന്ന് ഈ ഭാഗത്ത് തിരിഞ്ഞു വേണം പോകുവാൻ. അപ്പോൾ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിയിണക്കുന്ന തരത്തിലൊരു സർവീസ് റോഡാണ് ഇവിടെ അത്യാവശ്യമായി വേണ്ടത്. സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ദുരിതത്തിലാവുന്നത് ഈ മേഖലയിലെ പ്രദേശവാസികൾ കൂടിയാണ്. നമ്മുടെ വെട്ടിച്ചിറയുടെയും പിന്നെ അതുപോലെ തന്നെ പുത്തനത്താണിൻ്റെ ഇടയിൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. കാരണം ഈ സർവീസ് റോഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് നിരന്തരമായിട്ട് പിന്നെ വാഹനങ്ങൾ ഇപ്പോൾ കർവ് തിരിഞ്ഞു വരണം. അതുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് നിന്നിരുന്ന വലിയ വെള്ളക്കെട്ട് ഇപ്പം താഴേക്ക് നോക്കിയാൽ അറിയാം, ഈ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും ഒരു മഴ പെയ്താൽ വെള്ളത്തിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ്, വെള്ളക്കെട്ടിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ സമയത്ത് പറഞ്ഞിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇവരോട് പറഞ്ഞിരുന്നു. ഈ കർവ് ഇവിടെ പണി നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഈ കെട്ട് ഒഴിവാക്കിയിട്ട് നേരെ ഈ സർവീസ് റോഡ് മുഴുവനാക്കണമെന്നും ഈ പ്രദേശത്ത് റീറ്റെയിനിങ് വാൾ കെട്ടണമെന്ന്. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ പ്രദേശം ഇങ്ങനെ ആകെ പ്രദേശം ഒരു മണ്ണ് കൂനായിട്ട് കിടക്കുകയാണ്. ഇവിടെ ശരിക്കും റീറ്റെയിനിങ് വാൾ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മണ്ണ് ഇടിയാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ വളരെയധികം നമ്മൾ ഭയപ്പെടുന്ന ഒരു സംഗതി എന്തായാലും ഇപ്പോൾ കൂരാടുണ്ടായ അപകടത്തോടു കൂടി എല്ലാവരും പരിഭ്രാന്തിയിലാണ്. നമ്മളുടെ ഒക്കെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ KNRC വളരെ ശാസ്ത്രീയമായിട്ടാണ് പണികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അപകടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ല എങ്കിൽ ഇവിടെ വലിയ ഒരു ജനസമൂഹം അധിവസിക്കുന്ന. ഇതിപ്പോൾ ഈ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഈ വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന നേരെ വീടുകളിലേക്കാണ്. ഈ ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റിലൂടെ അടമഴ പെയ്തപ്പോൾ ഈ താഴെ കാണുന്ന ഈ വീട്ടിൽ അവർക്ക് ഏകദേശം ഒരു 3ഓളം വീടുകളിൽ ഒരാളുടെ അരഭാഗത്തോളം കണ്ട് മണ്ണടിഞ്ഞ് പുതിയ വീടുകൾ. ഇവരൊക്കെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ ഹൈവേയുടെ നഷ്ടപരിഹാരം കിട്ടിയിട്ട് ഹൈവേ മാറി താമസിച്ച ആളുകളാണ്. വീണ്ടും അതിന്റെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ കാര്യം ആവശ്യപ്പെട്ട് ഇവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. KNRCയുടെ ഈ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പരിഹരിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടുത്തുകാർ പറയുന്നു. മാത്രമല്ല മഴക്കാലം കൂടി വന്നതോടെ ഇവിടെ ജീവിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നത് ഈ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തെ അതിജീവിക്കുക എന്നുള്ളത്. ചെളിയും കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ ഈ വെള്ളം ഇവിടെ കൂടിക്കിടക്കുന്ന
ഈ വെള്ളവും മണ്ണും ഒക്കെ നേരെ താഴേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് കുത്തിയൊലിച്ചു പോകുന്നത്. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പലപ്പോഴും ഈ ഹൈവേക്ക് വേണ്ടി വീടും സ്ഥലവും ഒക്കെ വിട്ടുകൊടുത്ത് രണ്ടാമത് വീട് എടുത്ത് താമസിക്കുന്നവരാണ് ഈ മേഖലയിലുള്ളവരൊക്കെ. അവരൊക്കെ വീണ്ടും ഈ മേഖലയിൽ നിന്ന് താമസം മാറേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. വീടുകളിൽ വലിയ പരിതാപകരമായ അവസ്ഥയാണ് നിലവിലുള്ളത്. അവരൊക്കെ പൊന്നും വിലയുള്ള ഈ സ്ഥലവും വീടും ഹൈവേക്ക് വിട്ടുകൊടുത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിച്ചതായിരുന്നു. ഇപ്പോൾ മഴ പെയ്തോടുകൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന രീതിയിലാണ് ചളിയും കല്ലും മണ്ണും അടക്കം ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ള ഈ മുഴുവൻ ചളിയും അവിടേക്ക് എത്തിയുള്ളത്. ഏകദേശം